ഐസിസ് വരുമ്പോഴും അത് ജൂതന്മാരാണെന്ന് പറയും. പക്ഷെ ഐസിസിന്റെ പതാക കാശ്മീരിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ പല ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ഐസിസ് ജൂതന്മാരാണെങ്കിൽ ജൂത പതാകയല്ലേ അവിടെ ആക്രമിക്കപ്പെട്ടത്? അല്ല, ആ പതാകക്കകത്ത് ഏതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ പരമായിട്ടുള്ള സാധനമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഐസിസിനെതിരെയുള്ള ഓരോ നീക്കവും ഒരു ഇതോടുകൂടിയാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം കാണുന്നത്. പരസ്യമായിട്ട് അപലപിക്കുമ്പോഴും ഇപ്പോൾ പല സർവേകളും, ഞാൻ ഇസ്ലാമോഫോബിയ എന്നുള്ള പ്രസംഗത്തിൽ പല സർവേകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ഐസിസിനെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തള്ളി പറയുന്നു എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ്. പച്ച നുണ. കുറച്ചു പേരൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ലൊരു ഭാഗം പരസ്യമായി അംഗീകരിക്കുന്നു, നല്ലൊരു ഭാഗം രഹസ്യമായി അംഗീകരിക്കുന്നു, നല്ലൊരു വിഭാഗം അതുമായി ഗൂഢാഹ്ലാദത്തിലാണ്. നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതൊരു ഫുട്ബോൾ ടീം പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗോളടിക്കുന്ന ഒരു കളിക്കാരനായിരിക്കും, പക്ഷെ ബാക്കി 11 പേരും പുറകിലുണ്ടാവും, കാണികളുണ്ടാവും, ഗാലറി ഉണ്ടാവും. ഗാലറിയുടെ പ്രോത്സാഹനം, അടിയറ അടിയറ എന്ന് പറയും. ഇതൊരു ടീം പോലെയാണ് മതം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എല്ലാം ജൂതന്മാരുടെ ഇടയിൽ കൊണ്ടുപോകുന്ന യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എല്ലാം ജൂതന്മാരാണെന്ന് പറയുന്നത് ഒരു മതബലിതമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആരും വെളിവുള്ള ആരെങ്കിലും എല്ലാം ജൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നി.